ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം യൂട്യൂബിനകത്ത് പുതിയതായിട്ട് വന്നിട്ട് അപ്ഡേഷനെ കുറിച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. എല്ലാവരും കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2027 ഫെബ്രുവരി 1 ആകുമ്പോഴത്തേനും നമ്മുടെ യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷൻ പോളിസിക്കകത്ത് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്രൈറ്റീരിയസിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് 1000 വ്യൂസും 4000 വാച്ചിങ്ങറും ആണ് ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്സിനാണെങ്കിൽ അത് 10 മില്യൺ വ്യൂസ് ആണ് കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ വ്യൂസും ആണ്. നമ്മൾക്ക് 3 മാസം കൊണ്ടാണ് കേട്ടോ അത് വേണ്ടത്. വാച്ചിങ് അവർ ആണെങ്കിൽ 1 വർഷം കൊണ്ട് വേണ്ടതാണ്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഫെബ്രുവരി 1 മുതൽ 1000 വാച്ചിങ് വ്യൂസ് 1000 തന്നെ. പക്ഷെ വാച്ചിങ് അവറിനകത്താണ് വ്യത്യാസം വരിക. 4000 എന്നുള്ളത് 8000-ത്തിലോട്ട് ഒറ്റയടിക്ക് ഇരട്ടിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 8000 വാച്ചിങ് അവറാണ് നമ്മൾ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കേണ്ടത്. അതുപോലെ തന്നെ ഷോർട്സിന്റെ വ്യൂസ് 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ ആക്കുന്നുണ്ട് കേട്ടോ. 3 മാസം കൊണ്ട് 20 മില്യൺ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും. മോണിറ്റൈസേഷൻ 4000 ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ തുടങ്ങിയവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരും എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും. ആരും പേടിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. പെട്ടെന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4000 വാച്ചിങ് അവർ ആയിരുന്നത് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂലായിരുന്നു. ചിലർക്കൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. 10 മില്യൺ വ്യൂസ് ആണെങ്കിലും ചിലർക്കൊക്കെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വിഷമിക്കേണ്ട, പെട്ടെന്ന് എല്ലാവരും നല്ലപോലെ ട്രൈ ചെയ്തിട്ട് എളുപ്പം കംപ്ലീറ്റ് ആകാൻ സാധിക്കട്ടെ. അതുകൊണ്ട് കൂടെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ പറയുന്നത്, നമ്മൾ ഏതിനകത്താണ് നമുക്ക് ക്ലിക്ക് ആവാൻ നോക്കണം. ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ഇടുമ്പോഴാണോ അതോ അത് ലോങ് വീഡിയോയ്ക്കകത്താണോ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് ഇപ്പോൾ ഷോർട്സിനകത്ത് വ്യൂസ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ കളഞ്ഞിട്ട് ലോങ്ങിനകത്തോട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നോണ്ടാണ് നമ്മൾ കുറേ ലേറ്റ് ആയത്. പക്ഷെ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ പെട്ടെന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ആരും പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട. ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് വാച്ചിങ് അവർ കൂടെ സഹായിക്കും കേട്ടോ. വാച്ചിങ് അവർ കൂടെ ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. ആദ്യമൊന്നും 1, 2, 3, 4 വ്യൂസ് ഒക്കെ കാണത്തുള്ളൂ. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കാനേ പോകണ്ട. കണ്ടിന്യൂസ്ലി സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് എല്ലാം ലൈവ് കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ഉറപ്പാണ് കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കിയത് ലൈവിനകത്തോട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷോർട്സ് ഒന്നും ഇഷ്ടംപോലെ ഷോർട്സ് ആയിട്ടിട്ടും നമ്മുടെ ഷോർട്സ് ഒന്നും വലിയ ക്ലച്ച് ആയില്ല. പക്ഷെ ലൈവ് സ്റ്റാർട്ട് ആയ പിന്നെ ലൈവിനകത്തോടാണ് കേട്ടോ എനിക്ക് വാച്ചിങ് അവറൊക്കെ കൂടുതലും കയറാൻ സഹായിച്ചത്. ആദ്യം എന്തായാലും നമ്മുടെ വീട്ടുകാർ നാട്ടുകാരൊക്കെ കളിയാക്കൂട്ടോ. ഇതെന്താ എപ്പോഴും ഫോണിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, എപ്പോഴും ലൈവിനകത്താണ് ഇരിക്കുന്നത് പറഞ്ഞിട്ട് കളിയാക്കുക. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാനേ പോകണ്ട. നമുക്ക് മോണിറ്റൈസേഷൻ ആണ് ഫോക്കസ് എങ്കിൽ നമ്മൾ അവിടെ ഇപ്പുറത്ത് അപ്പുറത്ത് പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ലൈവിൽ 1, 2, 3 തവണയൊക്കെ നിങ്ങൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കാം. വ്യൂസ് 2 വ്യൂസ് ആണെങ്കിൽ 2 വ്യൂസ്, അത് അവരെത്ര നേരം നിൽക്കുന്നു എന്നുള്ളതിനകത്താണ് കാര്യം. 20 വ്യൂസ് ആണെങ്കിൽ 20 വ്യൂസ് അവർ എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതിനകത്താണ് കാര്യം. അല്ല 10, 2000 അല്ലെങ്കിൽ 3000, 5000, 50,000 വ്യൂസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അതല്ല നമ്മൾ തളരാതിരിക്കുക. 1, 2, 3 വ്യൂസ് ആകുമ്പോൾ തളർന്നു പോയി കഴിഞ്ഞാൽ അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആദ്യം എല്ലാവർക്കും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് നമുക്ക് വ്യൂസ് കുറവായിരിക്കും വരിക. പിന്നെ നമ്മുടെ ലൈവ് ഒക്കെ ഫീഡിനകത്താക്കി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനനുസരിച്ച് നമ്മുടെ ലൈവ് വലുതായി വരും കേട്ടോ. അപ്പം ആരും വിഷമിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ തുടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ തുടങ്ങിക്കോളൂ. ചാനൽ തുടങ്ങിയ 4000 വാച്ചിങ് അവർ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് ആക്കാണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ ഇടുക, ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ലോങ് വീഡിയോസ് ഇടുക, ഷോർട്സ് ഒക്കെ ഇടുക. ആരും പേടിക്കേണ്ട. അപ്ഡേഷൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റം എന്തായാലും യൂട്യൂബ് പോലെ കൊണ്ടുവരും. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പം എനിക്കും ഇതുപോലെ മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെബ്രുവരി 1 മുതൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം ചേഞ്ചസ്, ഇത് മാത്രമല്ല കേട്ടോ, കുറേയധികം ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കതെല്ലാം കാത്തിരിക്കാം. ആരും വിഷമിക്കേണ്ട. എല്ലാവരും കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് മോണിറ്റൈസേഷൻ പെട്ടെന്ന് തന്നെ ആവട്ടെ. പിന്നെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാത്തിനും വ്യൂസ് തീരെ കുറവാണ് കേട്ടോ. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കുമായിരിക്കും യൂട്യൂബ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാത്തിനും വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും